ഹായ്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ പോകും. മത്സ്യസമ്പദ യോജന, മത്സ്യബന്ധന മേഖല അല്ലെങ്കിൽ ഫിഷറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് ഇത്. 2020-21 സ്റ്റാർട്ട് ചെയ്ത് 2025 ഇപ്പോൾ കംപ്ലീറ്റ് ആകും എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും തുടരാൻ പോകുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന എന്നുള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫിഷറി സെക്ടറിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതുവഴി ഏതാണ്ട് 75 ലക്ഷം ടൺ അധികമായിട്ടുള്ള പ്രൊഡക്ഷൻ ഈ മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൂടാതെ ഏതാണ്ട് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏണിങ് 1 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർത്തുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യം. മാത്രമല്ല, ഈ പോസ്റ്റ് ഹാർവസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 20-25% ലോസ് നിലവിലുണ്ടാകുന്നുണ്ട്. അതൊരു 10% കുറയ്ക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. കൂടാതെ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ഏതാണ്ട് 55 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ഇത്തരത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരു സ്കീമാണിത്. ഇനി പ്രധാനമായിട്ട് 2 കമ്പണൻ്റ് ഉള്ളത്. ഒന്ന് സെൻട്രൽ സെക്ടർ സ്കീമാണ്, പൂർണ്ണമായിട്ടും സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു സ്കീമായിട്ട് അവിടെ നിൽക്കും. അടുത്തത് എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ, അതായത് സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ കൊടുത്തിട്ടുള്ളൊരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാമായിട്ടും ഈ ഒരു സ്കീം വരുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും മത്സ്യബന്ധന മേഖലയിലെ സേഫ്റ്റി കിറ്റുകൾ കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്, ഈ വെസൽസ് അതിൻ്റെയൊക്കെ റീപ്ലേസ്മെൻ്റ് അടക്കം, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് കൊടുക്കുക തുടങ്ങി വലിയ വലിയ ലക്ഷ്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള വലിയൊരു പ്രൊജക്റ്റാണിത്. ഈ ലക്ഷ്യങ്ങളൊക്കെ നിറവേറട്ടെ. ഈ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വലിയ ഒരു വിജയമായി തീരട്ടെ. താങ്ക് യു.